Hi everyone, welcome back to a new lesson. My name is Binu and you are watching me on BMC English. Friends, in this lesson we are going to understand how to make positive sentences in the simple future. What does the simple future indicate? The simple future denotes that action will take place in future. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ്, അതായത് ഫ്യൂച്ചർ ടെൻസ്. അതിൽ തന്നെ നമ്മൾ ആദ്യം പരിശീലിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പരാമർശിക്കാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഭാവിയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഞാൻ പ്രധാനമായിട്ടും 2 പാറ്റേൺ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. The first one, subject plus will or shall plus V1 അഥവാ base form of the verb. The other one, be going to എന്നതാണ്. അതായത് be going to എന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ സെൻറ്റൻസുകൾ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ചില സമയങ്ങളിൽ നാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട് എന്ന്. ഇന്ന് വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് അത് കൂടുതൽ അടുത്തിരുന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ദ അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ടൈം വേർഡ്സുകളാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് സിമ്പിൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന ടൈം വേർഡ്സുകൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, നെക്സ്റ്റ് മൺഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ ലേറ്റർ, സൂൺ, ടുനൈറ്റ്, ഇൻ 2030, ഇൻ 2040 എന്നൊക്കെ സൂചിപ്പിക്കാൻ അല്ലേ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം കീവേഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് എക്സാമ്പിൾസിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, അതായത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ വില്ലും ഷാളും എപ്പോൾ എവിടെ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ്റെ യാതൊരു ആവശ്യവുമില്ല, ഞാനത് ക്ലിയർ ആക്കി തരാം. നമ്മൾ ഓൾഡ് ഗ്രാമറിൽ ഇപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ് ഐ വി, അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾഡ് ഗ്രാമറിൽ നമ്മൾ ഷാളായിരുന്നു ഉപയോഗിക്കാറ്. ഓക്കെ, എന്നാൽ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, ദെൻ യു, ദേ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? വില്ലായിരുന്നു. ഇതൊരു ഓൾഡ് പാറ്റേൺ ആണ്, ഓൾഡ് ഗ്രാമർ റൂൾസാണ്. എന്നാൽ മോഡേൺ ഗ്രാമറിൽ, മോഡേൺ യൂസേജിൽ ഇവ തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നമുക്ക് വിൽ ആൻഡ് ഷാൾ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഒരുപക്ഷെ നമ്മൾ ഇവിടെ വിൽ ഉപയോഗിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഐ ഷാൾ എന്നും പറയാം, ഐ വിൽ എന്നും പറയാം, വി ഷാൾ എന്നും പറയാം, വി വിൽ എന്നും പറയാം. ഇവിടെയും അതുപോലെ തന്നെ വില്ലും ഷാളും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ കൺഫ്യൂഷൻ അങ്ങ് മാറി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതായത് നമ്മൾ മോഡേൺ ഗ്രാമറിൽ, സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ എന്ന ഓക്സിലറി ഫോമാണ് കോമൺ ആയിട്ട് ഉപയോഗിച്ച് കാണാറ്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, ഷാള് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ ഷാളിൻ്റെ ഉപയോഗം നമ്മളെ ഫ്യൂച്ചർ ടെൻസിൽ കുറഞ്ഞ് വരികയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? വില്ലാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി ഫോമാണ്, പ്രത്യേകിച്ച് സിമ്പിൾ ഫ്യൂച്ചറിൽ അല്ലേ, വിൽ എന്ന ഓക്സിലറി ഫോം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ധാരാളം എക്സാമ്പിൾസ് നോക്കാം.
നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എഴുതാം. ഹീ വിൽ കം ടുമോറോ. ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹീ വിൽ കം ടുമോറോ, അവൻ നാളെ വരുമെന്നാണ്. ഇവിടെ ആദ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. അതിനുശേഷം വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിച്ചു. അതിനുശേഷം V1 ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ് ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? See, it is something that hasn't happened but it is going to happen എന്നാണ്. അല്ലേ? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, the next example, she will write a letter. അവൾ ഒരു കത്ത് എഴുതും. ഓക്കെ, നെക്സ്റ്റ് വൺ, they will play cricket. അവർ ക്രിക്കറ്റ് കളിക്കും. ഓക്കെ, നോക്കൂ, സബ്ജക്റ്റ്, ദെൻ വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഫോം V1. ദ നെക്സ്റ്റ് വൺ, രവി will wash the car. രവി കാറ് വാഷ് ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, it will rain in the evening. In the evening. It will rain in the evening. അല്ലേ? വൈകുന്നേരം മഴ പെയ്യും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഷാൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷാളും ഉപയോഗിക്കാവുന്നതാണ്. കാരണം മോഡേൺ ഗ്രാമർ പ്രകാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വില്ലും ഷാളും ഉപയോഗിക്കാം. Then let me give you a few more example. She will eat an apple. അവൾ ഒരു ആപ്പിൾ കഴിക്കും. Then next one, they will buy a new car. അവർ പുതിയ ഒരു കാർ വാങ്ങിക്കും. Then she will clean the room. അവൾ റൂം ക്ലീൻ ചെയ്യും. നെക്സ്റ്റ് വൺ, I will do my homework. I will do my homework tonight. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വില്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കാര്യം കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കാം. ആദ്യത്തത്, ടു പ്രോമിസ് ടു ഡു സംതിങ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോമിസൊക്കെ പറയാൻ വേണ്ടി, അല്ലേ, പ്രോമിസ് കൊടുക്കാൻ വേണ്ടി ഇത്തരം സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഇത്തരം സ്ട്രക്ചറുകൾ ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, will is used. Will is used. Okay, to do promise. പ്രോമിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് will ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. I will bring a beautiful gift for you tomorrow. For you tomorrow. നാളെ ഞാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഉള്ള ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. ഒരു പ്രോമിസാണ്, അല്ലേ? ദെൻ the other one, to offer to do something. To offer to do something. എന്താണ്? എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കുന്നതായിട്ട്. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ റൈറ്റ് ഹിയർ. I will pay your telephone bill. I will pay your telephone bill.
നിങ്ങളുടെ ടെലിഫോൺ ബില്ല് ഞാൻ കൊടുക്കാം. മനസ്സിലാവുന്നില്ലേ? ഓർ ലെറ്റ് മി റൈറ്റ് വൺ മോർ. ഒരു ഓഫറാണ്. ഐ വിൽ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ യു. നിങ്ങൾക്ക് ഞാൻ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കാം. ഒരു ഓഫറാണ്. ഓക്കെ, ഇത്തരം സന്ദർഭങ്ങളിലും നമുക്ക് വിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബി ഗോയിങ് ടു എന്ന പ്രയോഗവും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെട്ടേക്കാം. ബി ഗോയിങ് ടു എന്ന പ്രയോഗം നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന, പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ബി ഗോയിങ് ടു. ഇവിടെ ബി എന്ന് പറയുന്നത് എന്തൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്? ബി എന്ന് പറയുമ്പോൾ ആം അല്ലെങ്കിൽ യു, ദേ, വി സബ്ജക്റ്റുകൾ വരുമ്പോൾ അതെന്തായി മാറാം? ബി എന്ന് പറയുന്നത് ആ. ദെൻ ഹി, ഷീ, ഇറ്റ് ഏതെങ്കിലും പേരൊക്കെ ആണെങ്കിൽ എന്ത് വരാം? ഈസ്. ഓക്കെ, അപ്പം ബി ഫോം എന്ന് പറയുന്നത് ഇവിടെ ആം, ആർ, ഈസ് ആണ്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? എന്ത്? ഗോയിങ് ടു. ഓക്കെ, പ്ലസ് ഗോയിങ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗോയിങ് ടു എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പരാമർശിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഗോയിങ് ടു എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പ്ലാൻ ചെയ്തിരിക്കുന്ന, സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന, തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Let me rub it off. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഷീ ഈസ് ഗോയിങ് ടു buy a car next week. നോക്കൂ, ഇത് ഷീസ് ഗോയിങ് ടു ബൈ എ കാർ നെക്സ്റ്റ് വീക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് തത്സമയം നടക്കുന്ന കാര്യമല്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന, നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം നമ്മൾ സബ്ജക്റ്റ് ഷീ വന്നതുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ഫോം. അതിനുശേഷം നമ്മൾ ഗോയിങ് ടു ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? V1. ദ നെക്സ്റ്റ് വൺ, my father is going to retire at the end of this year. എന്താണ്? ഈ വർഷാവസാനമാകുമ്പോഴേക്കും എൻ്റെ അച്ഛൻ റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, It is going to rain in the evening. വൈകുന്നേരം മഴ പെയ്യാൻ പോവുകയാണ് അല്ലേ? നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടും ഇത്തരം യൂസേജുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. നോക്കൂ, ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗോയിങ് ടു എന്ന പ്രയോഗം ഉപയോഗിക്കാം. ദ ബോയ് ഈസ് ഗോയിങ് ടു catch cold. The boy is going to catch cold because he is not wearing a cap എന്നാണ്. അതായത് നല്ല മൂടൽമഞ്ഞൊക്കെയുള്ള സമയത്ത് ആ കുട്ടി അല്ലേ എന്താണ് തൊപ്പി ധരിക്കുന്നില്ല. അപ്പം അവൻ ആ മൂടൽമഞ്ഞിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും
ഭാവിയെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയാണ്, ദ ബോയ് ഈസ് ഗോയിങ് ടു ക്യാച്ച് കോൾഡ് ബിക്കോസ് ഹി ഈസ് നോട്ട് വിയറിങ് എ ക്യാപ്പ്. അവന് തണുപ്പ് പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ഗോയിങ് ടു എന്ന പ്രയോഗം ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മൾ വില്ല് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പെട്ടെന്നുള്ള ഡിസിഷൻസ് ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വിൽ എന്ന ഓക്സിലറി ഫോം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? വിൽ ഓർ ഷാൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, I'll drink a cup of tea. I'll go there. ഓക്കെ, എന്നുള്ള, അതായത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ അധികം ഉപയോഗിക്കുന്നത് വിൽ ഓർ ഷാൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this class, please give me a thumbs up. And if you haven't subscribed our channel so far, I kindly request you to subscribe it right now. I'll be back soon with another lesson. Till then, bye.